വെല്ലുവിളിച്ച് 10 നാൾ തികഞ്ഞില്ല. അതിനു മുമ്പ് അച്യുതൻകുട്ടിയെ കൊമ്പ് കുത്തിച്ചു. മതി, കലാപരിപാടികളൊക്കെ നിർത്തിക്കേ. ഓർഡർ കിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇവന്റ് നടത്തി കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇനി എന്തോന്ന് കാണിക്കാൻ? ആതിരെ നോക്കിക്കോ. അച്യുതൻകുട്ടി ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഓഫീസ് പൂട്ടി താക്കോല് നജീബിന്റെ കാൽക്കൽ കൊണ്ടുവച്ച് ഇങ്ങനെ നമസ്കരിക്കും. അങ്ങനെ അങ്ങ് ആകാശക്കോട്ട കെട്ടാൻ വരട്ടെ. ആ PM-ന്റെ പേരില് ഫൗള് കാണിച്ചിട്ട് ഈ ഓർഡർ തട്ടിയെടുത്തെന്നങ്ങനെ ഏട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ, കൊമ്പും കുലുക്കി ചിഹ്നവും വിളിച്ചോണ്ടെങ്കിൽ വരും. അവൻ വരട്ടടി. ഒന്നാമതാ ഇവനെ വിട്ട് ഒരു താലിമാല വാങ്ങിച്ച് ഞാൻ പറയുന്ന പെണ്ണിന്റെ കഴുത്തെ കെട്ടിക്കും. അതിന് അച്യുതൻകുട്ടി ചിഹ്നം വിളിച്ചോണ്ട് വരണമെന്നൊന്നുമില്ല. നീ പറഞ്ഞ ഏത് പെണ്ണിന്റെയും കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ റെഡിയാ. നിന്നെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമല്ലടാ പോത്തെ, അവനെ. അത് ശരി. അപ്പൊ അച്യുതൻകുട്ടിയെ പെണ്ണ് കെട്ടിക്കാനാണ് നാട്ടുകാരെ കൂട്ടിച്ചെന്ന് വെല്ലുവിളിച്ചതും എന്നെ കൊണ്ട് ഈ ഓർഡർ പിടിപ്പിച്ചതും ഒക്കെ? പിന്നല്ലാതെ. ഇതെന്താ നീ നേരത്തെ പറഞ്ഞത്? എടാ, ഞാൻ ഇവളെ കെട്ടിയത് കൊണ്ടാണ് അവന്റെ കല്യാണം ഒഴിഞ്ഞുപോയതെന്നും അതുകൊണ്ടാണ് ആയുഷ്കാലം കല്യാണം കഴിക്കാതെ നടക്കുന്നതെന്നാണല്ലോ പറച്ചില്. ആ പറച്ചില് മാറ്റണമെന്നുണ്ടെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് തളയ്ക്കണം. ഇതിലും ഭേദം അയാളെ കൊണ്ട് എന്നെ ചവിട്ടി കീറിക്കായിരുന്നു. നീ സമാധാനിക്ക്, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. പിന്നെ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഉടനെ നടക്കും. എന്ത്? ഈ ചവിട്ടിക്കീറല്ലേ? നീയാണല്ലോ ഫൗള് കാണിച്ച് ഓർഡർ പിടിച്ചത്. എടാ മഹാഭാവി, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്താണല്ലോ. പിന്നല്ലാതെ. ആ നന്ദി വേണോടാ, ആ നന്ദി വേണം. ഇതെവിടത്തെ ന്യായം? നന്ദി എന്തിന്? എന്റെ ചെനക്കത്തൂർ ഭഗവതി, എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് വിജയിപ്പിച്ച് PM പ്രേമേന്ദ്രൻ എന്ന അലവലാതിയെ ചാന്ത് പൊട്ടാക്കി എന്റെ മുന്നിൽ ഒന്ന് നിർത്തി തരണേ. Ma'am? Yes? Only sarees, no jackets. No jackets? Call the bloody manager. Hi everybody. ഞാൻ CM പ്രേമചന്ദ്രൻ, മാനേജർ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. Manager? Yes sir. Where are the jackets? അയ്യോ. Where are the jackets for the sarees? ഞാൻ മറന്നുപോയി. What? മറ കവർ നു കവർ നു മറന്നു പോയി, അത്രേ ഉള്ളൂ. Get out. നജീബേ. Fool. അവളുമാരുടെ ഒരു ഒടുക്കലത്തെ ഇംഗ്ലീഷ്. നജീബേ, നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അവളുമാർക്ക് റാംബോയിൽ കൂടെ നടക്കേണ്ട സ്റ്റൈൽ ഒന്ന് കാണിച്ചു. റാംബോ അല്ല, റാമ്പ്. അതെന്തുവേണം ആയിക്കോട്ടെ. ആ ഡിസൈനർ മാഡം നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ചെല്ലടാ. പിന്നൊരു കാര്യം, ഇവിടെ വെച്ച് ഡേ നജീബേ ഡേ പോടേ എന്നൊന്നും വിളിച്ചേക്കരുത്. കുറച്ചില്ല. എനിക്കെന്ത് കുറച്ചില്? നിനക്കല്ല, എനിക്ക്. അത്ര ഉള്ള സാർ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതെന്തിന്? ന്യൂ ഫ്രണ്ട്സിന്റെ MD-യോട് സ്റ്റാഫിനൊക്കെ കുറച്ച് റെസ്പെക്ട് ആണെന്ന് കരുതിക്കോട്ടെ. ആ റെസ്പെക്ട് MD മാനേജറോടും കാണിക്കണം. ഞാൻ നിന്നെ സാർ എന്ന് വിളിക്കണം. വിളിച്ചാലെന്താ? ഡേ, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. കോട്ടിട്ടവൻ MD, കോട്ടിടാത്തവൻ മാനേജർ, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസങ്ങളുണ്ട്. എന്ത്? ആ വ്യത്യാസം എന്താണെന്ന് നിനക്ക് മനസ്സിലായാൽ അന്ന് നീ MD ആവും. I am new friends group MD Najib. Hello there. Are you okay? Yeah, okay sir. But one problem. What problem? Tell me. We didn't get the jackets yet, sir. We had sent the measurement of our girls. I told that to your manager, but he did not respond yet. See, madam, actually, okay, see, I'm ഏറ്റതല്ലേ? See, ഒന്നും പറയാതെ മുങ്ങി എത്രേ. Here, see, ഇവരുടെ ആ മുടിഞ്ഞ ഇംഗ്ലീഷ് കേട്ട് മുങ്ങിയതായിരിക്കും അവൻ. ഇനി തയ്ക്കാൻ മറന്നിട്ടുണ്ടാവും. എനിക്കറിയില്ല. നീ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഈ സാരി കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. അയ്യോ, ബ്ലൗസ് അല്ലാതെയോ? സാരിയുടെ ഷോ അല്ലേ, ബ്ലൗസിന്റെ ഷോ അല്ലല്ലോ. ഇവരോട് എന്താ പറയാ? അത് നീ ഇങ്ങനെ ബ്ലൗസ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീ അങ്ങനെ ചെയ്താൽ മതി. ശരിയാവും. ഞാനില്ലേ പറഞ്ഞത് ശരിയാവും. ഓരോരോ പുലിവാലി. നജീബ് ഇവിടെ ഉണ്ടായിരുന്നോ? ഈ സാരി അവതരിപ്പിക്കേണ്ട സ്റ്റൈൽ ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഈ തമിഴ് ഗ്രാമങ്ങളിലെ സ്ത്രീകളെ പോലെ ബ്ലൗസ് ഇടാതെ സാരി വെച്ച്. അത് കൊള്ളാം, വെരി നൈസ്. അതെ, സാറെന്താ ഇവിടെ? അല്ല, ഞാൻ ഈ മോഡൽസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാ. അവരെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കും. ആയിക്കോട്ടെ, റിഹേഴ്സൽ കാണാമല്ലോ. അതൊന്നും കാണാൻ അവർ അനുവദിക്കില്ല. അയ്യോ, അല്ല, ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നിട്ട് പരിചയപ്പെട്ടില്ലേ മോശമല്ലേ? നജീബ്, അവരെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ. ചെയ്യാം, പക്ഷെ റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞ് അവരൊന്ന് അണിഞ്ഞൊരുങ്ങിക്കോട്ടെ. അത് മതിയോ? മതി. സാർ എന്നാ ഓഡിറ്റോറിയത്തിലോട്ടിരുന്നേ. അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ സാർ ഒന്ന് പറഞ്ഞേ. ഞാൻ പരിചയപ്പെടുത്തരാം. കാഞ്ചീപുരത്തെ എല്ലാ സിൽക്ക് കമ്പനി ഓണേഴ്സും വരുന്നതാ. അവരെ ഫുൾ മേളത്തോടെ വേണം സ്വീകരിക്കാൻ. അതൊക്കെ അടിപൊളിയാക്കും, സാറ് നോക്കൂ. അല്ല, ആ ലേഡീസിന്റെ മേളക്കാരൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. ഇപ്പൊ തന്നെ മണി 5 ആയി. ഷാർപ്പ് 7 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. കൃത്യം 7 മണിക്ക് മേള സ്റ്റാർട്ട് ചെയ്തിരിക്കും. സോറി മിസ്റ്റർ CM, താങ്കൾ ഉടനെ ട്രാവൽസിൽ ചെന്ന് ആ കാർ എടുത്തിട്ട് വനിതാ മേളക്കാരെ മുഴുവൻ പിക്ക് ചെയ്തോളൂ. പ്രേമേന്ദ്രൻ വന്ന കാർ കൊടുക്കാൻ വേണ്ടി ട്രാവൽസിൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഞാനോ? 1 സെക്കൻഡ്. ഓ, എന്താടേ? എന്റെ റബ്ബേ. എന്താ നജീബ്, എനിത്തിങ് റോങ്? നത്തിങ്. സാർ ഓഡിറ്റോറിയത്തിലോട്ടല്ലേ? നീ ഇവിടെ തന്നെ കാണണം. അതെ, ഞാൻ മാനേജറായി ചാർജ് എടുത്തിട്ട് ഫസ്റ്റ് ഇവന്റ് ആണ്. ഓക്കെ, അടിപൊളി ആയിരിക്കണം. അടിയുടെ കാര്യം ഉറപ്പായി. പൊളിയുടെ കാര്യം നജീബ് തിരിച്ചു വന്നാലേ പറയാൻ പറ്റൂ. വാട്ട്?
ഇതെന്ത് പൂരം അച്ചു? അയ്യോ ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ആ പട്ടര് മഠത്തിൽ നജീബ് അവൻ വിവരമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്ന് വെച്ച് നീ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാലോ? എന്തായാലും നമ്മുടെ കുട്ടിയില്ലേ അവന്റെ കൂടെ. ദേ അമ്മേ, നമുക്കിനി അങ്ങനെ ഒരു കുട്ടിയില്ല. ഇത് ഞാനും നജീബും തമ്മിലുള്ള പോരാ. അമ്മ ഇതിൽ ഇടപെടണ്ട. ഈശ്വര, എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോണേ എന്റെ തിരുമാന്താൻ കുന്നിലമ്മേ. നിങ്ങളോട് കൊട്ടാൻ പറഞ്ഞത് ഞാനാ, നിർത്താനും ഞാൻ പറയും. ഇവരോട് കൊട്ടാനും നിർത്താനും പറയാനുള്ള അവകാശം എനിക്കാ. നിന്റെ അവകാശമൊക്കെ ഗേറ്റിന് പുറത്ത്. അഡ്വാൻസ് കൊടുത്ത് ഇവരെ ഏർപ്പാടാക്കിയത് ഞാനാ. ആൾമാരാട്ടം നടത്തി തട്ടിക്കൊണ്ടുവന്ന് ഗേറ്റിനകത്ത് വെച്ച് കൊട്ടിക്കാൻ നിനക്കെന്ത് അവകാശം? അച്ചുവേട്ടൻ രണ്ടു കൂട്ടരോടെ ചങ്ങാത്തം. ഒന്ന് നല്ല ചട്ടമ്പിമാരോടും മറ്റൊന്ന് നല്ല ചെണ്ടക്കാരോടും. ഇവരാര് മംഗലശ്ശേരി നീലകണ്ഠന അല്ല, ചതിയന്മാരുടെ ചങ്കിന് കൊമ്പ് കോർക്കുന്ന കളരിക്കൽ അച്യുതൻകുട്ടി. പോര് വിളിച്ചാ പിന്നെ ആണുങ്ങളെ പോലെ പൊരുതി ജയിക്കണം, അല്ലാതെ കള്ള ചുവട് വെച്ച് ആരെയും അടിയറവ് കുറയ്ക്കാമെന്ന് കരുതണ്ട. ഒരു മത്സരമാകുമ്പോ പല തന്ത്രങ്ങളും പയറ്റി നോക്കും, അത് പതിവാ. ഈ തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്തവർക്ക് അത് വലിയ ചതിയായിട്ടും കള്ളച്ചുവടായിട്ടും ഒക്കെ തോന്നും. ആ പേരും പറഞ്ഞ് ഈ കാണിച്ചത് ശുദ്ധ ഫൗളാ. ഫൗൾ ആദ്യം കാണിച്ചത് നീയല്ലേ? മുള്ളിനെ മുള്ളുകൊണ്ടെടുത്താണ് അച്ചുവേട്ടന്റെ ഒരു സ്റ്റൈല്. നിന്റെ മുള്ളിക്കറി ഞാൻ അവസാനിപ്പിച്ചുതരാം. ഈ ഇവന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. അതിപ്പോഴേ കഴിഞ്ഞില്ലേ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. തോറ്റു എന്ന് സമ്മതിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട എന്ന് കരുതി കളി അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അച്യുതൻകുട്ടിയെ കൊണ്ട് അടിയറവ് പറയിപ്പിച്ച ഈ നജീബ് അടങ്ങൂ. പക്ഷേ 7 മണിക്ക് മുമ്പ് ഇവരെ അവിടെ എത്തിച്ചില്ലെങ്കിൽ ഈ നജീബ് ആരാണെന്നറിയും. വണ്ടിയറാ പന്നി. എന്നാ മേളം തുടങ്ങാൻ പറയട്ടെ. വേണ്ട, അവരെ വിട്ടുകൊടുത്തേക്ക്. വിട്ടുകൊടുക്കാനോ? എടാ, അവനെ ഈ മുറ്റത്ത് വരുത്തി ചെയ്ത കള്ളത്തരം പൊളിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. ഇനി ഇവന്റ് നടത്താതിരിക്കുക എന്തോ ചെയ്തോട്ടെ. ജയിച്ചു എന്നും പറഞ്ഞ് വീമ്പിളക്കിക്കൊണ്ട് വരില്ലല്ലോ. ഏയ്, അച്ചുവേട്ടൻ എന്ത് പറഞ്ഞാലും ശരിയാണ്. ഇവരെ പറഞ്ഞു വിട്ടിട്ട് അവരെ കൊണ്ട് ആ പരിപാടി നടത്തിക്കുന്ന പ്രശ്നമില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്. നേരം വെളുക്കോളം എവരെ ഇവിടെ നിർത്തി കൊട്ടിച്ചോ. എന്നിട്ട് പേയ്മെന്റും കൊടുത്ത് വിട്ടേ. കാലത്ത് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ടി. എല്ലാവരും വണ്ടി കൊണ്ട് ചെണ്ട കയറി. ചെണ്ട കൊണ്ട് വണ്ടി കയറിക്കോ. ശരി, പോ പോ പോ. ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇറക്കി ഷെഡിനകത്തോട്ട് വെച്ചോ. സൂക്ഷിച്ചു വേണം. ശരി. എന്തുവാടേ ഇത്? എല്ലാം അഴിച്ചെടുത്തോണ്ട് വെളുപ്പിനെ എത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? അതെങ്ങനെ? ഇന്നലെ ഇവന്റ് കഴിഞ്ഞ് എന്തായിരുന്നു പൂരം? അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടന്ന് ഉറങ്ങിയിടത്ത് എണീപ്പിക്കാൻ പറ്റ പാട്. ഇവന്മാര് ഇവരെന്നെ എണീപ്പിച്ച കാര്യം പറഞ്ഞത്. ലേശം ഓവറായി പോയി. സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. പ്രോഗ്രാമിന്റെ സെറ്റപ്പിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. നജീബിന്റെ വിരട്ട് അച്യുതൻകുട്ടിക്ക് ശരിക്കും ഏറ്റെന്നാ പറഞ്ഞത്. അല്ല ഫിലിപ്പോച്ചാ? ഏറ്റില്ലെങ്കിൽ പിന്നെ അച്ചുവേട്ടനാ മേലക്കാരെ പറഞ്ഞിടുമെന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റ്. നാളെ തന്നെ അച്യുതൻകുട്ടിയുടെ ഓഫീസ് പൂട്ടിച്ച് ആ PM മീശ പഠിപ്പിച്ച് പൊട്ടും കുത്തിച്ച് നാട്ടുകാരുടെ മുന്നിൽ കൂടെ നടക്കൂല. നടത്തിക്കും. അവനെ നടത്തിക്കുന്ന കാര്യമല്ല. പിന്നെ അച്യുതൻകുട്ടിയുടെ ഓഫീസ് പൂട്ടുന്നത് നടക്കൂല. അതെന്താ? നമ്മള് ജയിച്ച ഓഫീസ് പൂട്ടിക്കൊള്ളാന്ന് അവൻ വെല്ലുവിളിച്ചല്ലേ? അതിന് നമ്മൾ ജയിച്ചു നമ്മൾ സമ്മതിക്കണ്ടേ? എന്താ സമ്മതിച്ചാല്? കള്ളത്തരം കാണിച്ചാണ് ഈ ഓർഡർ തട്ടിയെടുത്തതെന്ന് അച്യുതൻകുട്ടിക്ക് അറിയാം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആൾമാറാട്ടം നടത്തി ഓർഡർ പിടിക്കുന്നത് ഫൗളാണെന്ന്. ഇപ്പൊ ചായ കുടിച്ചാ ശരിയാവില്ല. പിരിയും. നീ അവർക്കോട്. നമ്മൾ ഏറ്റെടുത്ത ഇവന്റ് ഗംഭീരമായി. പിന്നെ ഇനി നോക്കിയോ, ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ തോൽപ്പിക്കാൻ പറ്റിയ ഇവന്റുകൾ നടത്താൻ നമ്മളെ അന്വേഷിച്ച ആളുകൾ ഇങ്ങോട്ട് വരും.